ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടെക്സ്റ്റ് സ്റ്റൈലാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൾട്ടി ലൈൻ ടെക്സ്റ്റും സിംഗിൾ ലൈൻ ടെക്സ്റ്റും പഠിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടെക്സ്റ്റ് സ്റ്റൈലാണ്. അപ്പോൾ ടെക്സ്റ്റ് സ്റ്റൈലിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് ST ആണ്. ST എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈലിൻ്റെ ഒരു ബോക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അനോട്ടേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ടെല്ലാം കിടക്കുന്നത്. നമുക്ക് പുതിയൊരു സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ ന്യൂ എടുക്കുക. സ്റ്റൈലിൻ്റെ നെയിം നമുക്ക് തന്നെ കൊടുക്കാം. ജസ്റ്റ് CAD എന്ന് എൻ്റർ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഓക്കെ അടിച്ചു. ഓക്കെ, ഇപ്പോൾ അതാണ് ഇവിടെ കിടക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫോണ്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഏരിയലാണ് കിടക്കുന്നത്, അത് തന്നെ കിടന്നോട്ടെ. ഇനി ഫോണ്ട് സ്റ്റൈൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതായത് നമ്മൾ ഓരോന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ റെഗുലറാണ് കിടക്കുന്നത്, അതിനെ ബോൾഡ് ആക്കാം, അല്ലെങ്കിൽ ബോൾഡ് ഇറ്റാലിക്കും ആക്കാം, അല്ലെങ്കിൽ ഇറ്റാലിക്ക് മാത്രമാക്കാം. പിന്നെന്താണ് റെഗുലർ എന്ന് പറഞ്ഞാൽ ആദ്യം കിടന്ന പോലെ തന്നെ ഇടാം. നമുക്കിപ്പം ഇവിടെ ബോൾഡും ഇറ്റാലിക്കും കൂടെ കൊടുക്കാം. ഓക്കെ, പിന്നെ അനോട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ സൈസാണ്. നമ്മൾ കൊടുക്കുന്ന സ്കെയിലിനനുസരിച്ചായിരിക്കും അനോട്ടേറ്റീവ് ചേഞ്ച് ആകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമുക്കിവിടെ പേപ്പർ ടെക്സ്റ്റിൻ്റെ ഹൈറ്റ് എത്ര വേണമെന്ന് വെച്ചാൽ കൊടുക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം സിംഗിൾ ലൈൻ ടെക്സ്റ്റൊക്കെ ചെയ്തപ്പോൾ നമ്മൾ അതിലൊരു ഹൈറ്റ് പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ഹൈറ്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവർ ഹൈറ്റ് ചോദിക്കില്ല. ഇപ്പം നമുക്കിവിടെ ഒരു ഹൈറ്റ് 2 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, പിന്നെ വിഡ്ത്ത് ഫാക്ടർ ചോദിക്കുന്നുണ്ട്. വിഡ്ത്ത് ഫാക്ടർ എന്ന് പറയുമ്പം എന്താണ്, ലൈൻ സ്പേസിങ്ങിൻ്റെയാണ്. അത് 1 തന്നെ നമുക്ക് കൊടുക്കാം. അതുപോലെ ആംഗിൾ ചോദിക്കുന്നുണ്ട്. ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ 45 കൊടുത്താൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, നമുക്ക് 0 തന്നെ കൊടുത്ത് നോക്കാം. ഓക്കെ, ഇനി എന്താണ്, ഇത് അപ്ലൈ കൊടുക്കണം. അപ്ലൈ കൊടുത്തിട്ട് സെറ്റ് കറൻ്റ് ആക്കിയിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് മൾട്ടി ലൈൻ ടെക്സ്റ്റ് empty ആണ്. empty എൻ്റർ ചെയ്ത് കഴിയുമ്പം എന്താണ്, അനോട്ടേറ്റഡ് സ്കെയിൽ 1:1 എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ കൊടുത്തു. എന്നിട്ട് മൾട്ടി ലൈൻ ടെക്സ്റ്റിന് ഒരു ബോക്സ് പോലെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ, അത് വരയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ മൾട്ടി ലൈൻ എന്ന് എൻ്റർ ചെയ്തു. കണ്ടോ, ഇത് നമ്മൾ അവിടെ കൊടുത്ത അതേ ഹൈറ്റിലും അതേ ഹൈറ്റ് ഇവിടെ വീണ്ടും അവർ ഹൈറ്റ് ചോദിക്കുന്നില്ല. കണ്ടോ, അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ ലൈൻ ടെക്സ്റ്റിൻ്റെ നോക്കാം. സിംഗിൾ ലൈൻ കഴിഞ്ഞതിൽ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കും. അവർ എന്ത് ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് സ്റ്റാർട്ട് പോയിൻ്റ് ചോദിച്ചു കഴിയുമ്പോൾ പിന്നെ അവർ ഹൈറ്റായിരുന്നു ചോദിക്കുന്നത്. ഇപ്പോൾ ഹൈറ്റ് ചോദിക്കുന്നില്ല. എന്താണ് ചോദിക്കുന്നത്, നേരെ ആംഗിളാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ആംഗിൾ 0 കൊടുത്തു. എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്യുക. ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ജസ്റ്റ് പുറത്ത് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റ് സ്റ്റൈൽ ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചെയ്ത സ്റ്റൈൽ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനും പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ST എൻ്റർ. ഇപ്പം നമുക്ക് ഇത് നമ്മൾ ചെയ്തത് സെറ്റ് കറണ്ടായിട്ട് കിടക്കുന്നതുകൊണ്ട് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അനോട്ടേറ്റീവ് വരുന്നല്ലോ ആദ്യം കിടന്നേ, അത് സെലക്ട് ചെയ്തിട്ട് സെറ്റ് കറണ്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൊടുത്തത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. ദെൻ ഓക്കെ. അപ്പം പിന്നെ എങ്ങനെയായി, പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക്